ഹായ് എവരിവൺ, വെൽക്കം ടു പിന്നൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലി പാസ്റ്റിൽ നടന്ന കാര്യം, കഴിഞ്ഞു പോയ കുറേ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ ഇങ്ങനെ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് അല്ലേ, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊക്കെ മിക്സ് ചെയ്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പാസ്റ്റ് മാത്രം നമുക്കൊന്ന് സംസാരിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ശരി, ആദ്യം തന്നെ ഇപ്പൊ നമുക്ക് പാസ്റ്റ് സെന്റൻസ്, ഇത് കഴിഞ്ഞുപോയ കാര്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴിയുണ്ട് അല്ലെ. ഥ തീ, ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഥ എന്നും തീ എന്നും. ഥ എന്ന് പറയുന്നത് പുരുഷനാണെങ്കിൽ, തീ എന്ന് പറയുന്നത് സ്ത്രീയാണെങ്കിൽ, അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. ഇത് രണ്ടും ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 100% മനസ്സിലാവും അത് പാസ്റ്റാണ്, കഴിഞ്ഞുപോയ കാര്യമാണ് പറയുന്നത്. അല്ലാതെ ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും അല്ല. ഓക്കെ, ഇനി ഈ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ തായും തീയും മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അതുമല്ല കേട്ടോ. അത് നമുക്ക് എക്സാമ്പിൾസ് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ എല്ലാ കഴിഞ്ഞുപോയ കാര്യത്തിൽ നമ്മൾ താ വെച്ചിട്ടോ തീ വെച്ചിട്ടോ ഒന്നും മാത്രമല്ല പറയുന്നത് കേട്ടോ. ശരി, നമുക്ക് ഇപ്പൊ സെന്റൻസസ് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, അവൻ ഉറങ്ങുകയായിരുന്നു. അവൻ ഉറങ്ങുകയായിരുന്നു എങ്ങനെയാ പറയാ? വോ സോ രഹാ താ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് ആ സെന്റൻസ് ആണ് വോ സോ രഹാ താ. ഇനിയിപ്പോ അവൾ എന്നാണെങ്കിൽ സോ രഹി തി, അവൾ ഉറങ്ങുകയായിരുന്നു. മനസ്സിലായോ? ഇനിയിപ്പോ പറയാണ് ഓ ആയാ ഥ, ഓ ആയാ ഥ, അവൻ വന്നിരുന്നു. ഇനിയിപ്പോ നമ്മള് ഈ ഥ കണ്ടില്ല, ഓ ആയ എന്ന് പറഞ്ഞാലും എന്താ പറയുന്നത്, ഇത് പാസ്റ്റ് ആണ്. ഓ ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്നു എന്നാണ്. മനസ്സിലായോ? വന്നിരുന്നു എന്ന് പറയുമ്പോഴാണ് ആ ഥ വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഇതിനൊരു എളുപ്പവഴി എന്ന് പറയാനായിട്ട് കഴിഞ്ഞു പോയ നമ്മൾ ഇംഗ്ലീഷ് പോലെ തന്നെ വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. അപ്പൊ ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞിരുന്നു, നമ്മൾ എന്തായാലും എക്സാമിനൊന്നും പഠിക്കുന്നവരല്ല അല്ലെ, സംസാരിക്കാൻ പഠിക്കുന്നവരാ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഗ്രാമർ എല്ലാം ഇട്ടിട്ടുള്ള ഒരു ക്ലാസ് അല്ല നമ്മൾ ചെയ്യുന്നത്. ചുമ്മാ കുറേ സെന്റൻസുകൾ പഠിക്കുന്നു, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഗ്രാമറിനെ കുറിച്ച് ഒട്ടും ബോധേഡാവണ്ട കേട്ടോ. ശരി, ഇനി ശ്യാം ബിമാർ ഥ. ശ്യാം ബിമാർ ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമിന് അസുഖമായിരുന്നു. ബിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലടിക്കുകയാണെങ്കിൽ വീണ ബിമാർ തി, വീണയ്ക്ക് അസുഖമായിരുന്നു. അതാണ്, മനസ്സിലായോ? ശരി, അതുപോലെ തന്നെ മേം അഖേല ഥ. ഞാൻ പറയുമ്പോൾ മേം അഖേലി തി. മനസ്സിലായോ? മേം അഖേല ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. മേം അഖേലി തി എന്ന് അത് സ്ത്രീ പറയുമ്പോൾ. ശരി, മേം അഖേല ഥ, മേം അഖേലി തി. ഇനി മേം ഭൂഖി തി, മേം ഭൂഖാ ഥ. ഭൂഖാ ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശപ്പുണ്ടായിരുന്നു എന്നാണ്. മനസ്സിലായോ? വിശപ്പുണ്ട്, നമ്മൾ വിശപ്പ് എന്ന് പറയില്ലേ, ഭൂഖ് ലഗ് എന്ന് പറയുന്നത് എനിക്ക് വിശക്കുന്നു എന്നാണ്. അപ്പൊ മേം ഭൂഖാത്ത, ഇന്നലെ ഞാൻ ഭയങ്കര വിശപ്പ്, എനിക്ക് നല്ല വിശപ്പായിരുന്നു എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ ഞാൻ പറയുമ്പോ മേം ഭൂഖീതി. മനസ്സിലാവുന്നുണ്ടോ? മേം വ്യസ്തത, മേം വ്യസ്തതി. എന്താണ് വ്യസ്ത? നമ്മൾ 2 ക്ലാസ് മുൻപേ പഠിച്ചു. ബിസി, ഞാൻ ബിസി ആയിരുന്നു, അതാണ് അതിനർത്ഥം. ഓക്കെ, ഇനി മേം തയ്യാർ ഥ, മേം തയ്യാർ തി, ഞാൻ റെഡി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഥായും തീയും തമ്മിലുള്ള ഡിഫറൻസ്. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നത്. ആ ഥാ വെച്ചിട്ട് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞു പോയ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, ശരി, ഇനി കുറച്ച് സെന്റൻസുകൾ നമ്മൾ പറയാണ്. റൂം ക്ലീൻ ആയിരുന്നു. എങ്ങനെയാ പറയാ? റൂം ക്ലീൻ ആയിരുന്നു. കമര എന്നാണ് റൂമിനെ പറയാ കേട്ടോ. കമര സാഫ് ഥ, കമര സാഫ് ഥ. ഇനി അവൻ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്നെ പറയാം വോ മുജ്സെ മിൽനെ ആയാ ഥ. വോ മുജ്സെ മിൽനെ ആയാ ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണ്. മിൽനെ, എന്നെ കാണാൻ വന്നിരുന്നു, അതാണ് നമ്മൾ പറയാറില്ലേ. ഫിർ മിലെങ്കെ, പിന്നെ കാണാം, അതാണ് ആ മിൽനെ. ഓക്കെ, വോ മുജ്സെ മിൽനെ ആയാ ഥ, അവൻ എന്നെ കാണാൻ വന്നിരുന്നു. ഇനി അവൻ എന്നോട് നുണ പറഞ്ഞിരുന്നു. എങ്ങനെ പറയാം? അവൻ എന്നോട് നുണ പറഞ്ഞിരുന്നു. നുണയ്ക്ക് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്?
ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാം അറിയാൻ പറ്റും കേട്ടോ. കാരണം നുണ, ജൂട്ട്, നമ്മൾ ഓപ്പോസിറ്റ്സ് വേർഡ്സ് നോക്കിയിട്ടുണ്ട് അല്ലേ. ജൂട്ട്, സച്ച്, സച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം, ജൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ. അപ്പോൾ ഉസ്നെ മുജ്സെ ജൂട്ട് ബോലാത്ത, ഉസ്നെ മുജ്സെ ജൂട്ട് ബോലാത്ത എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് നുണ പറഞ്ഞിരുന്നു. മനസ്സിലായോ? അടുത്തത്, അവൻ എനിക്ക് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ അയച്ചിരുന്നു. നമ്മൾ പറയാം അവൻ എനിക്കത് അയച്ചിട്ടുണ്ടായിരുന്നു പറയില്ലേ, അതെങ്ങനെയാ? ഉസ്നെ മുജെ മെസ്സേജ് ബേജാത്ത, അയച്ചു എന്നാണെങ്കിൽ ബേജ, ഉസ്നെ മുജെ മെസ്സേജ് ബേജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എനിക്ക് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ അവൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്നാവുമ്പോൾ ഉസ്നെ മുജെ മെസ്സേജ് ബേജാത്ത. മനസ്സിലായോ? അപ്പോൾ അയച്ചിരുന്നു, കഴിഞ്ഞ കാര്യം അല്ലേ. അതുപോലെ നമ്മളിപ്പോൾ പറയില്ലേ, അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു, അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ. ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. എങ്ങനെയാ പറയാ? ഖാന ബഹുത് സ്വാദിഷ്ട ത, ഖാന ബഹുത് സ്വാദിഷ്ട ത. ഇനിയിപ്പോൾ പറയാണ് നല്ല എരിവായിരുന്നു എന്ന് പറയില്ലേ, അതെങ്ങനെയാ? തീക്കാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാന തീക്കാത്ത എന്ന് പറഞ്ഞാൽ, തീക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവാണ് കേട്ടോ. നമ്മൾ പഠിക്കുന്ന പുതിയ വേർഡാണ് തീക്ക. ഓക്കെ, ഖാന ബഹു തീക്കാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം വളരെ എരിവായിരുന്നു. മനസ്സിലായോ? ശരി, ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടതെല്ലാം താ തീ എന്ന് വരുന്ന സെന്റൻസുകൾ അല്ലെ. ഇത് കൂടാതെ തന്നെ ഇപ്പൊ തായും തീ ഇല്ലാതെ നമ്മൾ പറഞ്ഞു എന്തെന്ന് പാസ്റ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ പറയും. അപ്പൊ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഉസ്നെ, ഇതും ഞാൻ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ഒരു കീ, ഇങ്ങോട്ടുള്ള ഒരു കീയും ഇങ്ങോട്ടുള്ള ഒരു കീയും കൂടി ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് സെന്റൻസ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഒരു എക്സാമ്പിള്, ഉസ്നെ മേരി മദത് കി, ഉസ്നെ മേരി മദത് കി. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ കീ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇത് പാസ്റ്റ് തന്നെയാണ്. ഈ കീ വരുന്നത് പാസ്റ്റിലാണ് കേട്ടോ. അവൻ എന്നെ ഉസ്നെ മേരി മദത് കി, അവൻ എന്നെ സഹായിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഉസ്നെ 10 साल वो कंपनी में नौकरी की, नौकरी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് കേട്ടോ. ഉസ്നെ അവൻ 10 साल 10 വർഷം, സാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം. ഓ കമ്പനി മേ നോക്കറി കി, ആ കമ്പനിയിൽ ജോലി ചെയ്തു. മനസ്സിലായോ? അപ്പൊ അതും കഴിഞ്ഞ കാര്യം. അവിടെ നമ്മൾ എന്താ കണ്ടത്? കീ ആണ് കണ്ടത് അല്ലെ. അപ്പൊ അവിടെ തായ് ഇല്ല, പക്ഷെ അത് കഴിഞ്ഞു പോയ കാര്യം. ഓക്കെ, ഇനി വരുന്നത് ഇപ്പൊ ഞാൻ പറയാണ്, मैं वो काम जल्दी किया, मैंने वो काम जल्दी किया എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ഞാൻ ആ ജോലി വേഗം ചെയ്തു, കഴിഞ്ഞല്ലേ. അവിടെ എന്താ വന്നത്? കിയ. അതുപോലെ തന്നെ ഓ സുബ ചലാ ഗയ, ഓ സുബ ഗയ, ഗയ എന്ന് പറയുമ്പോഴും അവിടെ കിയ അല്ല വന്നേ, ഗയ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗയ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതും പാസ്റ്റ് ആണ്, വെന്റ് ആണ് അല്ലെ. ഓ സുബ ചലാ ഗയ. ഇനി അതുപോലെ തന്നെ ഗയ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറയണേ, എക്സാമിന് വന്നിട്ട് നമ്മൾ ടെൻഷന്റെ പുറത്ത് അയ്യോ ഞാനെല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയി. എങ്ങനെയാ പറയണേ? മേ സാരെ ഭൂൽ ഗയ, ഭൂൽ ഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ആണ്. ഇതാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയാ, വെർബ് സെക്കൻഡ് ഫോം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഹിന്ദിയിലും വരുന്നത്. നിങ്ങൾ ഇങ്ങനെ സെന്റൻസ് ആയിട്ട് പഠിച്ചാൽ മതി, ഇത് ഓട്ടോമാറ്റിക്കലി എങ്ങനെയാ വന്നത്. ഞാൻ ഒരു ഗ്രാമർ പഠിച്ചിട്ടില്ല, ചുമ്മാ നമ്മൾ എന്താ പറയുന്നത് കുറെ കേട്ട് തന്നെ ഹിന്ദി പഠിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് നമ്മൾ എല്ലാം നോക്കിയത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, പാസ്റ്റിലുള്ള കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. അപ്പൊ ഇത് മാത്രം ഒന്നും ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കണ്ടല്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു ക്ലാസ് ഫ്യൂച്ചറിൽ ഇടുന്നതായിരിക്കും. അപ്പൊ എന്നും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തത് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ശരി, പിന്നെന്താ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.